ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് കണ്ടന്റ് റൈറ്റർ, ഡാറ്റ അസോസിയേറ്റ് തസ്തികകൾക്കായി ചെന്നൈ, ഹൈദരാബാദ് എന്നീ ഓഫീസുകളിലേക്ക് ഓഗസ്റ്റ് 1-ന് ആമസോണും, മാനേജർ തസ്തികകളിലേക്ക് ഓഗസ്റ്റ് 7-ന് റിലയൻസും പൂൾസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുന്നു. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. തുടക്കക്കാർക്കും ജോലി പരിചയമുള്ളവർക്കും പ്രായഭേദമില്ലാതെ അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ www.chintech.ac.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ചാർജുകളോ മറ്റ് ഫീസുകളോ ഉണ്ടാകുന്നതല്ല. ആമസോൺ കമ്പനിയിലേക്ക് 10ാം ക്ലാസ് മുതൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയവരാകണം. അപേക്ഷകർ ഭക്ഷണ വൗച്ചർ, യാത്രാ, ഓവർ ടൈം പേ ഔട്ട്, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ജോലി സ്ഥലത്തു നിന്നും 250 കിലോമീറ്ററിന് പുറത്ത് സ്ഥലം മാറുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥലമാറ്റ ആനുകൂല്യം എന്നിവ നൽകും. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രാവീണ്യം അനിവാര്യമാണ്. രജിസ്റ്റർ ചെയ്തവർ സിവിയും ലാപ്ടോപ്പും ഹെഡ്ഫോണും സഹിതം രാവിലെ 9:30 ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എത്തണമെന്ന് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ VO വിമൽ അറിയിച്ചു. നമ്മളെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിരമായി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ നമ്മളെ പുറത്തുള്ള കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പൂൾഡ് ക്യാമ്പസ്, അതായത് ചിൻടെക്കിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആഗസ്റ്റ് 1-ാം തീയതിയും 7-ാം തീയതിയും സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എയർപോർട്ടും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ വന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു IT കമ്പനി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആസ്ഥാനമായിട്ട് കണ്ണൂർ ഇതുവരെ വന്നിട്ടില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കണ്ണൂർ പിന്നെയും നമ്മളെ പഴയ കണ്ണൂരായി തന്നെ തുടരും. MBA മേധാവി, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഷിത് ആനന്ദ്, അശ്വിൻ പ്രകാശ് എന്നിവരും പങ്കെടുത്തു.